നമ്മൾ നിസ്സാരമായി ചെയ്തു കളയുന്ന, നിസ്സാരമാക്കി കളയുന്ന ചില തെറ്റുകൾ അവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അധികം പേരും അറിഞ്ഞുകൊണ്ട് ഗൗനിക്കാതെ നിരന്തരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും നിസ്സാരമായി കളയുകയാണ്. ഒരു വഖത്ത് ഖളായി പോയാൽ വേദനയില്ല, പ്രയാസമില്ല, ഒരു ദുഃഖവും നമുക്ക് തോന്നാറില്ല. ഒരു നിസ്കാരം മുടക്കിയല്ലോ എന്നുള്ള ഒരു പേടിയും നമുക്കില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നിസ്കാരം ഇപ്പൊ പോയെന്ന് പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു വഖത്ത് പോയ നമുക്ക് വേദനയൊന്നുമില്ല എങ്കിൽ ഹദീസിന്റെ കിതാബ് എടുത്തു നോക്ക്. ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് ഖളയാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇശാ നമസ്കാരം ഞാൻ ഖളാക്കി എന്ന് ഇശാ നമസ്കരിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിന്റെ സമയമായി, ഞാൻ ഇന്നത്തെ ഇശാ നിസ്കരിച്ചില്ല. സുബഹിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, അല്ലാഹുവേ, ഇന്നലെ ഇശാ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, ഇന്നലെ ഞാൻ ഇശാ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, പടച്ചവനെ ഇത് ഖളാ വീട്ടി നിസ്കരിക്കണമല്ലോ, ഞാൻ ഖളാ വീട്ടി കെട്ട് നിസ്കരിച്ചു. പടച്ചവനെ, ഇന്നത്തെ ഇശാ നാളെ സുബഹിക്ക് ഞാൻ ഖളാ വീട്ടി നിസ്കരിച്ചു. ആ ഖളാ വീട്ടി നിസ്കരിച്ച ഞാൻ 2,28,00,000 വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എത്ര വർഷം ഖളാ ആക്കിയിട്ട് ഖളാ വീട്ടി നിസ്കരിച്ചു. നിസ്കരിക്കാത്തവന്റെ കാര്യത്തെക്കുറിച്ച് പറയണേതില്ല. അല്ലാഹു ഒരു വഖത്ത് നിസ്കാരം ഖളയായി പോയി, അത് ഖളാ വീട്ടി നിസ്കരിച്ചവൻ എത്ര കൊല്ലം കിടക്കണം? 2,28,00,000 വർഷം നരകത്തിൽ കിടക്കണം നിസ്കരിച്ചിട്ട്. നിസ്കരിക്കാത്തവന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് വൻ കുറ്റമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ തെറ്റൊന്നുമല്ല, സാധാരണ തെറ്റുകളായിട്ടല്ല. ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ തന്നെ നരകത്തിന്റെ മുന്നിൽ അവന്റെ കവാടം. ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം ബോധത്തോടുകൂടി ഖളയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക, അവിടെ നിന്ന് പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദൻ ഖതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ മിമ്മൻ യദ്ഖുലഹാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്ന, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം ഖളയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ അതിൽ പ്രവേശിക്കണമല്ലോ, ആ നരകത്തിൽ അവന് കിടക്കണമല്ലോ. അത് നിസാര പാപമല്ല, മറ്റേതെങ്കിലും ഒരു പാപം പോലെയല്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രോഗമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, എത്ര വലിയ ബുദ്ധിമുട്ടിന്റെ സമയമാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യം മറക്കരുത്. ഒരു ഹദീസ് പറയാ, പടച്ചവനെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ലൈസ മഅനാ അല്ലാഹുന തറഖഹാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിനൊരു രോഗം വരികയാണ്. കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, കണ്ണ് കാണാൻ കഴിയുന്നില്ല. കണ്ണിന് രോഗം വന്നിട്ട് വല്ലാത്ത പ്രയാസമാണ്. ആ സമയത്ത് പടച്ചവനെ, കണ്ണ് കാണാതെ, കണ്ണ് തുറക്കാതെ കണ്ണിന്റെ കാഴ്ചയെന്ന് പോവുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോ, ചികിത്സയുടെ ഭാഗമായി കാഴ്ചയുണ്ടായിരുന്ന കണ്ണിന്റെ കാഴ്ചയെന്ന് നഷ്ടപ്പെട്ടപ്പോ കണ്ണിന് രോഗം വന്നു. ചിലപ്പോഴൊക്കെ കണ്ണിങ്ങനെ അടഞ്ഞു പോകാറുണ്ട്. നമ്മളിൽ പലർക്കും അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ അവസാനം
അവസാനം കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ അവിടുന്ന് വൈദ്യന്മാര് ചികിത്സിക്കുമ്പോ അവര് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? കുറച്ചു ദിവസം നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് ഉളുവെടുക്കാനോ നിങ്ങൾ തലകുനിക്കാനോ പാടില്ല. നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ ഇബ്നു മസ്ഊദ് തങ്ങളെ നിങ്ങൾ കുറച്ച് ദിവസം നമസ്കരിക്കാൻ പാടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞപ്പോ മഹാനവറുകൾ കരയുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? കാലമൻ തറക സ്വലാത തഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കണ്ടപ്പോ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് തങ്ങളോട് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ ചികിത്സയുടെ ഭാഗമായി നിങ്ങൾ കുറച്ച് ദിവസം നിസ്കരിക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്നാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ടാക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അങ്ങയുടെ പറഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ കുറച്ചു ദിവസം നിസ്കരിക്കരുത്, പറ്റൂല. അല്ലാഹുവിന്റെ കോപമുണ്ടാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നിരന്തരമായി നടത്തുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പിശാചിന്റെ കെണിയിൽ നിന്ന്, അല്ലാഹുവേ പിശാചിന്റെ ചതിയിൽ നീ എന്നെ അകപ്പെടുത്തല്ലേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. പഠിച്ചവനെ അല്ലാഹുവേ നീ എന്റെ ശൈത്താന്റെ ചതിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, നിസ്കാരം ഒരിക്കലും അശ്രദ്ധമാക്കാതിരിക്കാൻ വലിയ ജാഗ്രത നിങ്ങൾ പുലർത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് നമ്മളെ എങ്ങനെയും പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ നേരെയാക്കണേ, ഒരിക്കലും നിങ്ങളത് അശ്രദ്ധമായി കളയരുത്. നമസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനെ എളുപ്പം ശൈത്താനിന് പിഴപ്പിക്കാൻ എളുപ്പമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഉപേക്ഷിച്ച് അവൻ കുഫറിലേക്ക് എത്തിച്ചേരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, റമദാൻ കഴിഞ്ഞാൽ ഒരുപാട് നോമ്പ് പിടിച്ച, ഒരുപാട് നിസ്കരിച്ച, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ ശഅബാൻ മാസത്തിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഈ ശഅബാൻ മാസത്തിനെ ആദരിക്കാൻ കഴിയണം. ആരെങ്കിലും ഈ മാസത്തെ ആദരിച്ചാൽ, ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ഈ മാസത്തിന് പരിഗണന നൽകിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവരും മറക്കുന്ന മാസമാണ്, എല്ലാവരും മറന്നു പോകുന്ന മാസമാണ്, ഇബാദത്തുകൾ ചെയ്യാത്ത മാസമാണ്, ജനങ്ങൾ അലസമായി കളയുന്ന മാസമാണ്. ഈ മാസം എന്റെ മാസമാ, ഇത് എന്റെ മാസമാ, നിങ്ങൾ പാഴാക്കല്ലേ, നിങ്ങൾ ഇതിനെ സ്നേഹിക്കണേ, ഈ മാസത്തെ ആദരിക്കണേ, ഈ മാസത്തിനെ ബഹുമാനിക്കണേ, ഈ മാസത്തിൽ നിങ്ങൾ അമിതമായി ഇബാദത്തുകൾ ചെയ്യണേ, ഈ മാസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കണേ. ഈ മാസത്തെ ആരെങ്കിലും ആദരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ശഅബാൻ ഹുവൽ മുകഫിറൂൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചന
മോചനത്തിന്റെ 10 എന്ന് പറഞ്ഞുകൊണ്ട് 30 ദിവസം ദുആ ചെയ്തുകൊണ്ട് നടക്കുന്നവരെ റമദാനില് മാത്രമല്ല ഈ ശഅബാൻ മാസത്തിന്റെ മഹത്വം നിനക്കറിയുമോ? ഈ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇത് പാപം പൊറുക്കുന്ന മാസമാ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്ന ഒരു മാസമാണ് ശഅബാൻ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യ്. റമദാൻ വരുന്നതിന് മുമ്പേ നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ ഹൃദയവും എല്ലാം നീ ശുദ്ധീകരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഞാനും നിങ്ങളും. എത്രയോ പാപങ്ങൾ ചെയ്തു. പാപങ്ങളുടെ കണക്ക് നമുക്കറിയില്ലല്ലോ. ഇന്നത്തെ ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കാൻ പറഞ്ഞ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ എത്ര പാപം ചെയ്തു. കണ്ടുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാല് കൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാണ്. ഒരു ദിവസത്തെ കണക്കെടുക്കാനേ എനിക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനാ ഉപ്പാ എന്റെ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാറുള്ള മാസമാ. എത്ര പാപം ചെയ്താലും നിന്റെ അല്ലാഹ് പുറത്തു തരുമല്ലോ. നമ്മുടെ റബ്ബ് കരുണയുള്ളവനാ, അവൻ ഗഫൂറാ, അവൻ റഹീമാ. എത്രയോ പേർക്ക് പുറത്തു കൊടുത്തവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തില്ലേ? എന്നിട്ട് അല്ലാഹു അവന് സ്വർഗം കൊടുത്തില്ലേ? 100 കൊല ചെയ്തവന് അവൻ അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തപ്പോ പോലെ റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞപ്പോ അല്ലാഹുവിന് സ്വർഗം കൊടുത്ത ചരിത്രം നിനക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവരുണ്ടല്ലോ. സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവർ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെറിയ പെൺമക്കളെ കണ്ടാ കരയുമായിരുന്നു. ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ ഉമർ തങ്ങൾ വല്ലാതെ കരയുമായിരുന്നു. കാരണം പടച്ചവനെ, ജാഹിലിയ കാലഘട്ടത്തിൽ എത്രയോ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. എത്രയോ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അത് കാരണം കരയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എത്രയോ കൊടുംപാവികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാഹ് അത്രയും കരുണയുള്ളവനാണ്. നിനക്കാടാ മടി? അല്ലാഹുവിനോട് ചോദിക്കാൻ നിനക്ക് മടിയല്ലേ? നിന്റെ റബ്ബാരെന്നറിയുമോ? ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് തന്നെയല്ലേ പറഞ്ഞത്, നബിയേ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്. അവര് കണ്ടുപിടിച്ചവരാണോ? അവര് വ്യഭിചരിച്ചവരാണോ? അവര് പലിശ തിന്നവരാണോ? അവര് മതി നിറന്ന് നടന്നവരാണോ? അവര് ധിക്കാരം ചെയ്തവരാണോ? അവരെത്ര വലിയ ദുൽമ ചെയ്തവരാണോ? പേടിക്കണ്ട നബിയേ, അവരോട് പറ, എന്നോട് ഏറ്റു പറയാ, എന്നോട് ചോദിക്കാൻ പറ നബിയേ. ഞാൻ ഗഫൂറല്ലേ, ഞാൻ പൊറുക്കുന്നവനല്ലേ, ഞാൻ കരുണയുള്ളവനല്ലേ? എന്നെക്കാളും പൊറുക്കുന്ന ആരാണ് നബിയേ ഈ മുഖത്തുള്ളത്? എന്നോട് ചോദിക്കാൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഈ തെറ്റുകൾ ചുമക്കാനുള്ളതല്ല, ഇത് ചുമന്ന് നടക്കാനുള്ളതല്ല, ഇത് ഇറക്കി വെക്കാനുള്ളതാണ്. പറയേണ്ട റബ്ബിന്റെ മുന്നില്, എന്റെയും നിങ്ങളുടെയും പടച്ച റബ്ബിന്റെ മുന്നില് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാനുള്ള മനസ്സാണ് വേണ്ടത്. ഒരു മടിയും നീ കാണിക്കരുത്. അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി പറയണം. പാപങ്ങളോരോ എണ്ണി നീ കരയേണ്ടതാ.
വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. അല്ലാഹുവിന്റെ മുന്നിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറ. എന്ത് പാപമാണോ അല്ലാഹുവിന്റെ മുന്നിൽ പറ സഹോദരാ, ഉപ്പാ റബ്ബിന്റെ മുന്നിൽ പറ. കാരണം എന്തെന്നറിയുമോ? ഒരു തെറ്റ് അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഇവിടത്തെ കോടതി പോലെയല്ല. ഒരു കോടതി പറയും ഇവൻ തെറ്റുകാരനാണ്, അടുത്ത കോടതി പറയും അവൻ നിരപരാധിയാണ്. ഒരു കോടതി പറയും ഇവൻ നിരപരാധിയാണ്, അടുത്ത കോടതി പറയും ഇവന് കുറ്റവാളിയാണ്. പണമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ഇവിടത്തെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാ. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, അവിടത്തെ ജഡ്ജി നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ നാളെ അവിടെ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയ മാഇസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ വ്യഭിചരിച്ചു നബിയെ, അതുകൊണ്ട് എനിക്ക് തരാനുള്ള ശിക്ഷ എനിക്ക് താ, ഇസ്ലാമിന്റെ ശിക്ഷ എനിക്ക് വേണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പോ മായിസേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അവിടെ ഓടിച്ചു വിട്ടു. നീ പോകാൻ പറഞ്ഞു. മായിസ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു വീട്ടിൽ പോയി. ഉറക്കമില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ തെറ്റ് ചെയ്തു നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. കാരണം ഇസ്ലാമിന്റെ നിയമം വിവാഹം കഴിഞ്ഞ ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്ന. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ ശിക്ഷ കൊടുക്കണ്ട എന്ന് വിചാരിച്ചു പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന്. സഹാബികൾ പറഞ്ഞു, കള്ളൊന്നും കുടിച്ചിട്ടില്ല, പോ മായിസ പോ. ഓടിച്ചു വിട്ടു. പക്ഷേ മൂന്നാമതും വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മായിസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ അറിഞ്ഞുകൊണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷ താ, എന്നെ ശുദ്ധീകരിക്ക്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയേ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ലല്ലോ നബിയെ. എനിക്ക് നരകം പേടിയാ, അള്ളാന്റെ പരലോകം എനിക്ക് പേടിയാ, അള്ളാന്റെ കോടതിയിലെ വിചാരണ എനിക്ക് പേടിയാ. നാളെ ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാ നബിയെ. എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലാൻ വിധിക്കുമെന്ന് ഇസ്ലാമിന്റെ നിയമം അങ്ങനെ. ഞാൻ തയ്യാറാ നബിയെ, ഞാൻ എന്ത് ശിക്ഷയ്ക്കും തയ്യാറാണ് നബിയെ. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിധിക്കുകയുണ്ടായി, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞുകൊല്ലാൻ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞുകൊല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർഡർ ഇട്ടപ്പോൾ സ്വഹാബികൾ കല്ല് പറക്കിയിട്ട് മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാ. പടച്ചവനെ ഏറുകൊണ്ട് ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ മായിസ് റളിയല്ലാഹു തആല അൻഹു ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ മായിസ് ഓടി നബിയെ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സമാധാനമായി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് നിൽക്കുമ്പോൾ അതാ വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മായിസ് റളിയല്ലാഹു തആല അൻഹു നിലവിളിച്ചുകൊണ്ട് വരികയാ. ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല, ശരീരം വേദനിച്ചപ്പോൾ അറിയാതെ ഓടിപ്പോയി നബിയെ. എന്റെ ശരീരം വേദനിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓടിപ്പോയതാ. അതുകൊണ്ട് ഒരു കുഴിയെടുത്തിട്ട് എന്നെ ആ കുഴിക്കകത്ത് ഇറക്കി നിർത്താൻ പറ നബിയെ. ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിക്കകത്ത് എന്നെ ഇറക്കി നിർത്തിയിട്ട് അതിനകത്തിട്ട് എറിഞ്ഞു കൊല്ലാൻ പറ.
ഓടാൻ പറ്റൂലല്ലോ, ഓടണമെന്ന് വിചാരിച്ചാലും എനിക്ക് പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അവസാനം എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അവസാനം മാഇസ് റളിയല്ലാഹു തആല അൻഹു അവർ എറിഞ്ഞു കൊന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ചരിത്രം പറയുന്നു, മാഇസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും നടന്നു പോയപ്പോ ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് പറഞ്ഞു, ഇത് മാഇസിന്റെ ഖബറ, വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്ന മാഇസിന്റെ ഖബറ എന്നൊരു സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് അവിടുന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയില്ലേ, മാഇസ് സ്വർഗത്തിൽ കിടന്ന് ഉല്ലസിക്കുന്നത് ഞാൻ കാണുന്നു സ്വഹാബ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മായിസ് സ്വർഗത്തിൽ കിടന്ന് ഉല്ലസിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലല്ലോ, നിങ്ങൾ മിണ്ടാതെ നടന്നു പോയി എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പോഴും പ്രവാചകൻ ചോദിച്ചില്ല മായിസ് തങ്ങളോട് കൂടെയുണ്ടായിരുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചില്ല. റസൂലുള്ളാഹി തങ്ങളെ വ്യഭിചരിച്ചെന്ന് പറഞ്ഞപ്പോ ഒന്നാം പ്രതി രണ്ടാം പ്രതി ആരാണെന്ന് ചോദിച്ചില്ല. ഇന്ന് പിന്നെ ഒന്നാം പ്രതിക്കും കേസില്ല, രണ്ടാം പ്രതിക്കും കേസില്ല. അള്ളാഹ് കാക്കുമാറാകട്ടെ. അല്ലേ നമ്മുടെ രാജ്യം എന്തല്ല രാജ്യം? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് സ്വമനസ്സോടുകൂടി ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്താ പറയാ, കേസില്ല. നല്ല നിയമം. ഇനിയിപ്പോ എന്തൊക്കെ കാണാൻ പോകുന്നു? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളപ്പോ കുടുങ്ങിയിരിക്കണേ. കാരണം ഇസ്ലാമിന്റെ നിയമം എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ ഭാര്യ മറ്റൊരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 സാക്ഷികളെ കൊണ്ടുവാ, ഇല്ലെങ്കിൽ നീ ഹദ്ദടി വാങ്ങും. 2 സാക്ഷികളെ കൊണ്ടുവരാൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ പലരും പലരെക്കുറിച്ച് പലതും പറയുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന രണ്ടാം പ്രതി ആരാണെന്ന് ആർക്കും അറിയില്ല. കുറെ കഴിഞ്ഞു മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഈ പെണ്ണിന്റെ ചെവിയിലെത്തി. രണ്ടാം പ്രതിയായിരുന്ന കൂടെ വ്യഭിചരിച്ച പെണ്ണിന്റെ ചെവിയിലുമെത്തി. ആ പെണ്ണ് വരുന്നു, ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, രണ്ടാമത്തെ പ്രതി ഞാനാ, എന്നെയും ശുദ്ധീകരിക്കണം, എന്നെയും ശുദ്ധീകരിക്കണം നബിയെ. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മായിസിന്റെ യാ നബിയെ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മായിസിൻ്റെതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗർഭിണിയായ നിനക്കെതിരെ ശിക്ഷയില്ല, നീ പോയിട്ട് ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വാ. ആ പെണ്ണ് വീട്ടിൽ പോയി. ആ പെണ്ണ് വീട്ടിൽ പോയി പ്രസവിച്ചു. 9 മാസക്കാലം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 9 മാസക്കാലം കഴിഞ്ഞ് പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട ഏത് ഉമ്മയുടെയും മനസ്സ് മാറും. ഏതൊരു ഉമ്മയുടെയും മനസ്സു മാറും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വാ. ഈ പെണ്ണ് പോയി പ്രസവിച്ചു, തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ചോര കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, നബിയെ, ഇനിതാ ശിക്ഷ, ഞാൻ പ്രസവിച്ചു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, പറ്റൂല, ഈ കുഞ്ഞിന് നീ പാല് കൊടുക്കണം, ഈ കുഞ്ഞിന് പാല് കൊടുക്കണം, ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയം വരെ നീ പാല് കൊടുക്കണം, എന്നിട്ട് വാ. ഈ പെണ്ണ് പോയി തന്റെ പൊന്നുമോനെ താലോലിപ്പിച്ചു, അവനെ സ്നേഹിച്ചു, അവന് പാല് കൊടുത്തു. തന്റെ മകൻ ഭക്ഷണം കഴിക്കാറായപ്പോ ഈ കുഞ്ഞുമായിട്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നു. നബിയെ, എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ നബിയെ? കൊടുത്തു, കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇനി എനിക്ക് ശിക്ഷതാ. അള്ളാന്റെ റസൂൽ അവിടെ അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോ, എന്തേ നിന്റെ മനസ്സ് മാറാത്തത് എന്തേ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് പറ്റും, അള്ളാഹുവിന്റെ അദാബ് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല, നരക എന്നെ കൊണ്ട് പറ്റൂല, അള്ളാഹുടെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നബിയെ, സഹിക്കാൻ കഴിയില്ലല്ലോ. ആ പെണ്ണും അവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഈ പരിശുദ്ധമായ ശഅബാൻ ഇത് പാപം പൊറുക്കുന്ന മാസമാ, അള്ളാഹു തൗബ സ്വീകരിക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുടെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ കഴിയണം. പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ, ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ,
നഫ്സന്ന ഉന്തി തല്ലി വിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു വർഷക്കാലം ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാ ഇത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമാണ് ഇത്. പാപം പൊറുക്കുന്ന മാസമാണ് ഇത്. പാപം പൊറുക്കുന്ന മാസമാണ്. റബ്ബിനോട് തൗബ ചെയ്യേണ്ട മാസമാണ്. അല്ലാഹു പുറത്തു തരുന്ന മാസമാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. അതുകൊണ്ട് ഇവിടെ വെച്ച് തീർക്ക്, ഇവിടെ വെച്ച് തൗബ ചെയ്ത് കഴുക്, ഇവിടെ നീ ശുദ്ധീകരിക്ക്. റമദാൻ വരുന്നതിന് മുമ്പ് നിന്റെ മനസ്സും ശരീരവും എല്ലാം നീ ശുദ്ധീകരിക്ക്. റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ മാസം സാധാരണ മാസമല്ല. ഈ മാസത്തിൽ ഒരു മനുഷ്യൻ പാപം വന്നവർ, ഈ മാസത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ അവന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ശഅബാനു ജുന്നത്തും മിനന്നാർ. ഇത് പരിചയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ് ശഅബാൻ മാസമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അല്ലാഹുവേ തീയുണ്ടല്ലോ, അതാ 3000 കൊല്ലമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. ആ 3000 വർഷക്കാലം കത്തിച്ച നരകമുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അത് 70% നരകത്തിന്റെ തീയുടെ 70% നമ്മുടെ വീടിന്റെ അകത്ത് കത്തിക്കുന്ന കത്തിയുണ്ടല്ലോ. അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അവിടെ കത്തിക്കുന്നത്. എന്തെന്നറിയുമോ? വഖൂദുഹന്നാസു വൽഹിജാറ. നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് എന്നറിയുമോ? മനുഷ്യന്റെ ശരീരവും കല്ലുകളുമാണ് നരകത്തിലിട്ട് കത്തിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ഈ പരിശുദ്ധമായ മാസത്തിൽ നിന്നെ കൊണ്ട് കഴിയുന്ന ഇബാദത്തുകൾ ചെയ്യൂ. കഴിവിന്റെ പരമാവധി നോമ്പ് പിടിക്കൂ. കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യൂ. ഒന്നും കഴിയുന്നില്ലെങ്കിലും എന്റെ മുത്തുനബിയുടെ മാസമാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണല്ലോ. ഇതിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ഇതിനെ ഒന്ന് ബഹുമാനിക്കാൻ കഴിയുമോ? ഇതിന് നൽകേണ്ട സ്ഥാനമൊന്ന് നൽകാൻ കഴിയുമോ? എങ്കിൽ അല്ലാഹു ശഅബാനു ജുന്നത്തും മിനന്നാർ. നരകത്തിൽ നിന്നുള്ള മോചനമാണ്, നരകത്തിൽ നിന്നുള്ള പരിചയാണ് ശഅബാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരിപ്പിക്കണം, തേനിരിപ്പിക്കണം എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിനക്കൊരു കൂട്ടുകാരനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈ പരിശുദ്ധമായ മാസത്തിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ഈ പരിശുദ്ധമായ മാസത്തെ ആദരിക്കുന്നവരുണ്ടല്ലോ, ഇതിന് നൽകേണ്ട സ്ഥാനം നൽകുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്കൊരു കൂട്ടുകാരനുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്കൊരു കൂട്ടുകാരനുണ്ട്. ആരാണെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം.
യൂസുഫ് നബി ഉണ്ടല്ലോ, യാക്കൂബ് നബിയുടെ പൊന്നാര മകനായ യൂസുഫ് നബി ഉണ്ടല്ലോ, എന്തൊരു സൗന്ദര്യമാ. യൂസുഫ് നബിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ഈജിപ്തിലെ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ സുലൈഖാ ബീവിയുടെ കൊട്ടാരത്തിന്റെ അകത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ ആപ്പിൾ മുറിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവരുടെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈ പോലും മുറിച്ചു കളഞ്ഞെന്ന് ചരിത്രം പഠിപ്പിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയുടെ കൂട്ടുകാരനാകാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂടെ നടക്കാൻ, ആ യൂസുഫ് നബിയെ കാണാൻ, ആ യൂസുഫ് നബിയുടെ സ്നേഹം കിട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഈ പരിശുദ്ധമായ ശഅബാൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ, ഈ മാസത്തിന് ആരെങ്കിലും ആദരിച്ചാ അവൻ നാളെ സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂട്ടുകാരനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലം കേൾക്കണോ? ഈ മാസത്തിൽ നീ ഇബാദത്തുകൾ ചെയ്താൽ, ഈ മാസത്തിൽ അല്ലാഹുവേ മുത്തുനബിയുടെ മാസമാണെന്ന് കരുതിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയുമല്ലോ. 18 വർഷക്കാലം ശരീരം മുഴുവനും രോഗങ്ങൾ പിടിച്ച് അവിടെ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകുകയാണ്, മാംസങ്ങൾ താഴെ വീഴുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ, അല്ലാഹുവേ നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ 18 കൊല്ലം പ്രയാസത്തിന്റെ നടുവിൽ നടന്നപ്പോൾ ഒരിക്കൽ പോലും അല്ലാഹുവിനോട് ഇതൊന്ന് ശിഫയാക്കി താ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാത്ത നബിയാ. ഇതല്ല എനിക്ക് തന്ന പരീക്ഷണമാ. ഞാൻ അല്ലാഹുവിനോട് പരാതി പറയില്ല, ഞാൻ അല്ലാഹുവിനോട് പരാതി പറയില്ല. 18 വർഷക്കാലം ദുആ ചെയ്യാതെ ആ വേദനകളും ത്യാഗങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് കൊണ്ട് നടന്ന പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തെ ആദരിക്കുന്ന വാപ്പാ, ഇതിൽ ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാസമാണ് ശഅബാനെന്ന് റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണല്ലോ. അല്ലാഹുവേ മുത്തുനബിയുടെ മാസത്തെ സ്നേഹിച്ചാൽ, മുത്തുനബിയുടെ മാസത്തിൽ നിസ്കരിച്ചാൽ, മുത്തുനബിയുടെ മാസത്തിൽ സ്വലാത്ത് പറഞ്ഞാൽ, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കാരണം ഈ മാസത്തെ നെഞ്ചിലേറ്റിയ മുത്തുനബി നിന്നെ മറക്കുവോ മുസ്ലിമേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവേ ഖുർആനിൽ ആയത്തിറങ്ങിയ മാസമല്ലേ, ഞാനും എന്റെ മലക്കുകളും അല്ലാഹും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നു എന്ന് ആയത്തിറങ്ങിയ ശഅബാനാ. ആ പരിശുദ്ധമായ ശഅബാനിനെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിനക്കുണ്ടല്ലോ, ആ പ്രവാചകന്റെ ശഫാഅത്ത് നിനക്കുണ്ടല്ലോ. നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ മറക്കുവോ? അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കൈവിടുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അഅ്തൈനാകൽ കൗസർ. അല്ലാഹ്
ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പാനീയത്തെ കുറിച്ച് നിനക്കറിയുമല്ലോ. കുടിച്ചാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പാനീയം കോരിത്തരുന്നതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ ഹൗദുൽ കൗസർ കോരി കൊടുക്കുന്നത്. മുത്തുനബി നിന്നെ മറക്കുമോ? വാപ്പാ നിന്നെ മറക്കുമോ? എന്റെ പ്രിയപ്പെട്ടവര്, വഅദ കേട്ടുകൊണ്ടിരിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂലിന്റെ മാസത്തെ നീ സ്നേഹിച്ച റസൂലൊന്നും നിന്നെ മറക്കില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് നാളെ ഹൗദുൽ കൗസർ കുടിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മാസത്തെ നാം സ്നേഹിക്കാൻ തയ്യാറായാൽ നാളെ മുത്തുനബി നമ്മളെ കൈവിടൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.